ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. നിങ്ങളുടെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. യാക്കോബ് 5:16 2 ഭാഗം. നീതിമാൻ്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്താണ് ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന? ആരാണ് നീതിമാൻ? പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. വിശ്വാസത്തിലാണ് നീതീകരണം. ഇംഗ്ലീഷിലെ വിവിധ വിവർത്തനങ്ങളിൽ ശ്രദ്ധയോടുകൂടിയ എന്നതിന് പല പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ശക്തമായ, ആത്മാർത്ഥമായ, ഹൃദയംഗമായ, തിളയ്ക്കുന്ന പ്രാർത്ഥന എന്നൊക്കെ വിവർത്തനങ്ങളുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 അപകടങ്ങൾ കാണാം. പ്രാർത്ഥന ചില സൂപ്പർ ക്രൈസ്തവന് ചെയ്യാൻ പറ്റൂ എന്ന കഠിനാവസ്ഥ. രണ്ടാമത്തത്, കൂട്ടുകാർക്ക് ഡിന്നറിന് വരാൻ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് അയക്കുന്നത് പോലെയുള്ള ലാഘവത്തോടു കൂടിയ പ്രാർത്ഥന. യാക്കോബ് 5:16-18 വരെയുള്ള ഖണ്ഡികയിൽ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ ഖണ്ഡികയിൽ പ്രാർത്ഥന ഒരു മാതൃകയും വാഗ്ദാനവും തെളിവും കാണാം. മാതൃക: പാപങ്ങളെ പരസ്പരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നെങ്ങും കാണാത്ത ഒരു കാര്യമാണ്. വാഗ്ദത്തം: നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. തെളിവ്: നമുക്ക് സ്വഭാവമുള്ള ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു. 3.5 വർഷത്തിന് ശേഷം പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മഴ പെയ്തു. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കാൻ പല കാര്യങ്ങളുമുണ്ട്. 1. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന വളരെ ഫലപ്രദമാണ്. 2. നമ്മുടെ നീതിയോ അതിൻ്റെ അഭാവമോ പ്രാർത്ഥനയെ ബാധിക്കും. 3. പ്രാർത്ഥന ദൈവവചനത്തിന് അനുസൃതമായിരിക്കണം. 4. പ്രാർത്ഥന ഹൃദയംഗമായിരിക്കണം. ചിന്താപരമായതോ ചിന്താശൂന്യമായതോ ആകരുത്, അതായത് ജൽപ്പനം ആകരുത്. 5. പ്രാർത്ഥന പ്രത്യേകമായിരിക്കണം, അഥവാ വ്യക്തമായിരിക്കണം. പ്രാർത്ഥന സ്ഥിരമായിരിക്കണം. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി ഇതാണ്: പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഫലവത്താണ്. ദൈവം നിങ്ങളെ അതിയായി സഹായിക്കട്ടെ.